Hello everyone, so welcome to Decode Microbes. അപ്പോൾ ഇന്ന് നമ്മൾ ഡീകോഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ യൂണിറ്റ് 1-ൽ ഫംഗൽ ലൈഫ് സൈക്കിൾസ് ആൻഡ് റീപ്രൊഡക്ഷൻ ആണ്. ലൈക്ക് എസെക്ഷ്വൽ, സെക്ഷൽ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മളിവിടെ 3 ഫൈലമാണ് കവർ ചെയ്യാൻ പോകുന്നത്. സൈഗോമൈക്കോട്ട, ആസ്കോമൈക്കോട്ട, ബെസിഡിയോമൈക്കോട്ട. ഓക്കെ, സോ ഈ ക്ലാസ് കഴിയുമ്പോൾ ഇവരുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ സ്ട്രാറ്റജീസിനെ കമ്പയർ ചെയ്യാനും എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പോർ ബിയറിംഗ് സ്ട്രക്ചർ നോക്കി ഫൈലം ഐഡൻറ്റിഫൈ ചെയ്യാനും നിങ്ങൾക്ക് പറ്റണം. Okay, so let's begin. Fungi are haploid-dominant. Unlike animals, their bodies rely on a single set of chromosomes for almost their entire life cycle. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ആദ്യം നമുക്ക് ഹാപ്ലോയിഡ്, ഡിപ്ലോയിഡ് അതെന്താണെന്ന് നോക്കാം. അതിനൊരു ക്ലാരിറ്റി വരുത്താം. ഇനി അത് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ലെറ്റ്സ് ക്ലാരിഫൈ ദാറ്റ് ഫസ്റ്റ്. നമുക്കറിയാം എവറി സെൽ ഹാസ് എ ന്യൂക്ലിയസ് ആൻഡ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ദർ ആർ ക്രോമോസോംസ് വിച്ച് ക്യാരി ജനറ്റിക് ഇൻഫർമേഷൻസ്, റൈറ്റ്? അപ്പോൾ ഹാപ്ലോയിഡ് അഥവാ സിംഗിൾ എൻ മീൻസ് എ സെൽ ഹാസ് ഓൺലി വൺ സെറ്റ് ഓഫ് ക്രോമോസോംസ്. ഡിപ്ലോയിഡ് അഥവാ 2n മീൻസ് എ സെൽ ഹാസ് 2 sets of chromosome, one set from each parent. നമ്മുടെ ഹ്യൂമൻ ബോഡി സെൽസ് ഡിപ്ലോയിഡ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് 1 സെറ്റ് മദറിൽ നിന്നും 1 സെറ്റ് ഫാദറിൽ നിന്നാണ് കിട്ടുന്നത്. ഓൺലി ആർ സ്പേം ആൻഡ് എഗ്സ് ദേ ആർ ഹാപ്ലോയിഡ്. ഓക്കെ, അതുപോലെ നമ്മുടെ ഫഞ്ചൈൽ ഇറ്റ്സ് ഓപ്പോസിറ്റ് ഓഫ് ഹ്യൂമൻസ്. ഓൾമോസ്റ്റ് ദ ഹോൾ ബോഡി ദ മൈസീലിയം ഇസ് ഹാപ്ലോയിഡ് ആൻഡ് ഓൺലി 1 set of chromosome is present. Okay, and the diploid അതായത് 2n സ്റ്റേജ് അതൊരു വളരെ ഷോർട്ട് ടൈമിൽ മാത്രം ലാസ്റ്റ് ചെയ്യുന്നതാണ്, ജസ്റ്റ് ബ്രീഫ്ലി ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. നമ്മൾ ഫർദർ സ്ലൈഡ്സിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, സോ മോസ്റ്റ്ലി അത് ലൈഫ് ടൈമിൽ മൊത്തമായിട്ട് അത് ഹാപ്ലോയിഡ് ആയിരിക്കും. ബട്ട് ഡിപ്ലോയിഡ് എന്നൊരു സ്റ്റേജ് വരും ഓൺലി വെരി ഷോർട്ട് ടൈം, ജസ്റ്റ് ബ്രീഫ്ലി ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. സോ ലെറ്റ്സ് ഗോ ടു ദ പോയിൻറ്റ്സ്. അപ്പോൾ ഇത് ഹാപ്ലോയിഡ് ഡോമിനൻ്റ് ആണ് ഫഞ്ചൈ എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നോക്കാം, ഇതിൻ്റെ വെജിറ്റേറ്റീവ് ബോഡിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഹൈഫേ. ഹൈഫേ എന്ന് വിളിക്കുന്നത് ഒരു തിൻ ത്രെഡ് ലൈക്ക് ഫിലമെൻറ്റ്സ് ആണ്. ഓക്കെ, ഈ ഹൈഫേ എല്ലാം കൂടി ഒരുമിച്ച് ചേർന്നിട്ടാണ് നമ്മളിവിടെ ഒരു മൈസീലിയം ഫോം ചെയ്യുന്നത്. ഈ ഫോട്ടോ കണ്ടോ, ABC, ഈ മൈസീലിയം പറഞ്ഞ ഒരു ഹൈഫേൻ്റെ ഒരു കൂട്ടത്തിനാണ് നമ്മൾ മൈസീലിയം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ ഹൈഫേയിൽ തന്നെ 2 ഡിഫറെൻറ്റ് കാര്യമായിട്ടുണ്ട്. ഒന്ന് സെപ്റ്റ, കോഇനോസൈറ്റിക് ഹൈഫേ ആൻഡ് സെപ്റ്റേറ്റ് ഹൈഫേ. ഓക്കെ, സെപ്റ്റ പറയുമ്പോൾ ഹൈഫേയിൽ ക്രോസ് വോൾസ് ശ്രദ്ധിക്കുക. മിക്ക ഫംഗസിലും ഈ സെപ്റ്റ ഇൻകംപ്ലീറ്റ് ആണ്, അതായത് ചെറിയ പോർസ് ഉണ്ട് ഇതിൽ, മൊത്തമായിട്ട് ഇങ്ങോട്ട് അടച്ച് കോൺക്രീറ്റ് ഇട്ട് പോയതല്ല, ചെറിയ പോർസ് ഉണ്ട്. ഈ പോർസിലൂടെ എന്ത് സംഭവിക്കും, അതിലുള്ള സൈറ്റോപ്ലാസും ഓർഗനൽസും ഒരു കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് വേറെ ഒന്നിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും ഈ ചെറിയ പോർസിലൂടെ. യു ക്യാൻ സീ ദിസ് പോർസ്, റൈറ്റ്? ഇത് നോർമൽ പ്ലാന്റ്, ആനിമൽ സെൽ വാളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഓക്കെ, ഇതൊരു ഷെയർഡ് ആയിട്ടുള്ളൊരു സെമി ഓപ്പൺ സിസ്റ്റമാണ്. അതാണ് നമ്മുടെ സെപ്റ്റേറ്റ് ഹൈഫേ. കോഇനോസൈറ്റിക് ഹൈഫേയിൽ ഒരു സെപ്റ്റ് ഒന്നുമില്ല, ഇറ്റ്സ് ക്ലിയർലി ഓപ്പൺ ആൻഡ് ഫ്രീ. Now let's go to the evolutionary decision, clone versus adapt. Every fungus faces a constant evolutionary trade-off, and this table sums it up greatly. So reproductive strategy matrix നമുക്ക് നോക്കാം. എസെക്ഷൽ സൈഡിൽ കണ്ടീഷൻസ് ഫേവറബിളും സ്റ്റേബിളും ആണെങ്കിൽ, എന്താണ് ഈ ഫേവറബിളും സ്റ്റേബിളും കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് അത്യാവശ്യത്തിലധികം കഴിക്കാനുള്ള ഫുഡ്, പിന്നെ എന്താ പറയുക ടെമ്പറേച്ചർ, അതായത് ഒരു ഫംഗസിന് ഗ്രോ ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും അതിനുണ്ടെങ്കിൽ, ഫേവറബിൾ ആണെങ്കിൽ ഓഫ് സ്പ്രിങ് ഐഡൻറ്റിക്കൽ ക്ലോൺസ് ആവും. ഓക്കെ, ആൻഡ് റീപ്രൊഡക്ഷൻ ഫാസ്റ്റ് ആയിരിക്കും, ലോ എനർജി ആയിരിക്കും. ഓക്കെ, യെസ്, ആൻഡ് സ്പോർസ്, മൈറ്റോസിസ്, ബഡ്ഡിങ്, ഫ്രാഗ്മെൻറ്റേഷൻ വഴിയാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇനി സെക്ഷൽ സ്ലൈഡിൽ നമുക്ക് നോക്കാം. കണ്ടീഷൻസ് ചേഞ്ച് ആവാം, അഥവാ അൺഫേവറബിൾ ആവാം, ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയം വരാം. ഒരു കണ്ടീഷൻസും ഒത്തുചേരാത്ത സമയത്ത് ഓഫ് സ്പ്രിങ്ങിൽ ജനറ്റിക് വേരിയേഷനാണ് കാണുന്നത്. റീപ്രൊഡക്ഷൻ ഇവിടെ സ്ലോ ആവും, ഹൈ എനർജിയാണ് ഇവിടെ റിക്വയർ ചെയ്യുന്നത്. ഇതിൽ പ്ലാസ്മോഗമി, കാരിയോഗമി, മിയോസിസ് ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, സോ എക്സാമിന് ഈ സിമ്പിൾ റൂൾ ഓർമ്മിക്കുക. സാഹചര്യങ്ങൾ നല്ലതുപോലെ ആകുമ്പോൾ ഫഞ്ചൈ അസെക്ഷ്വൽ ആയിട്ടും, സാഹചര്യങ്ങൾ കഠിനമാകുമ്പോൾ അല്ലെങ്കിൽ അൺഫേവറബിൾ ആകുമ്പോൾ സെക്ഷൽ ആയിട്ടുമാണ് ഇവിടെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്.
അപ്പം അസെക്ഷലിൽ ഐഡൻറ്റിക്കൽ ക്ലോൺസ് ഉണ്ടാകും, സെക്ഷലിലാണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലോൺസ് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അത് ഞാൻ ഫർദർ ആയിട്ടുള്ള സ്ലൈഡിൽ ക്ലീനായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, സോ ദർ ഈസ് എ ക്വസ്റ്റ്യൻ ഫോർ യു പീപ്പിൾ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ബി ഹാപ്പി ബിക്കോസ് യു ഗൈസ് ഗോട്ട് ദ കോൺസെപ്റ്റ് വെൽ. സോ ലെറ്റ്സ് ഗോ ടു ദ ക്വസ്റ്റ്യൻ. If fungus is growing on fresh, moist bread with plenty of nutrients, will it most likely reproduce asexually or sexually? Justify your answer. So I need the answers in the comment section. So give me the answers fastly. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഐ സിംപ്ലി ആഡഡ് സോ ദാറ്റ് നിങ്ങൾ ലോജിക്കായിട്ട് ഇത് തോടാ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫൈൻ. Now let's move on to the next slide. Next slide is rapid growth loop. ഈ സ്ലൈഡിൽ അസെക്ഷൽ റീപ്രൊഡക്ഷന് 3 മെയിൻ മോഡ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഫഞ്ചൈയുടെ ഡിഫോൾട്ട് സെറ്റിംഗ്. ഓക്കെ, സോ ഹാപ്ലോയിഡ് സ്പോർസ് മൈറ്റോസിസ് വഴി ഉണ്ടാവുകയും ട്രില്യൻസ് ആയി വിൻഡോ വാട്ടറോ വഴി ട്രാവൽ ചെയ്യുകയും ഫേവറബിൾ കണ്ടീഷനിൽ ഉടനെ ജെർമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് ഹാപ്ലോയിഡ് സ്പോർസ്. ഓക്കെ, നൗ ബഡിങ്. ഈസ്റ്റ് പോലെ യൂണിസെല്ലുലാർ ഫഞ്ചൈയിൽ കാണുന്ന ഒരു അസിമെട്രിക്കൽ സെൽ ഡിവിഷൻ വഴി ഒരു സ്മോൾ ക്ലോൺ പാരൻറ്റ് സെല്ലിൽ നിന്ന് പിഞ്ച് ഓഫ് ആയിട്ട് വീഴുന്ന ഒരു പീസാണ് ബഡിങ്. അങ്ങനെ ഒരു ഹോൾ ന്യൂ ഓർഗാനിസം ഉണ്ടാവും അവിടെ. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ ഈസ് ഫ്രാഗ്മെൻറ്റേഷൻ. ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ മൈസീലിയത്തിൻ്റെ ഒരു പീസ് ഫിസിക്കലി ബ്രേക്ക് ഓഫ് ആയിട്ട് കണ്ടീഷൻസ് പെർമിറ്റ് ചെയ്താൽ കംപ്ലീറ്റ്ലി പുതിയൊരു ഓർഗാനിസമായി വളരും. ഈ 3 മൈറ്റോട്ടിക് പ്രോസസ്സാണ്. ഓക്കെ, പ്ലീസ് ബി ക്ലിയർ. ഇത് 3 എന്താണ്? മൈറ്റോട്ടിക് പ്രോസസ്സാണ്. ഇവിടെ എന്തുകൊണ്ടാണ് അവിടെ മൈറ്റോട്ടിക് ആവുന്നത്? കാരണം ഇവിടെ ജനറ്റിക് റീകോമ്പിനേഷൻ ഇല്ല. ഇത് ഫാസ്റ്റാണ്, എഫിഷ്യൻ്റ് ആയിട്ടുള്ള ക്ലോണിങ് നടക്കുന്നുണ്ട്, പിന്നെ റിസോഴ്സസ് വേഗം കോളനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നൗ ബേസിക്കലി ഇവിടുത്തെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ക്ലോണിങ് ആണ് ഇവിടെ നടക്കുന്നത്. സോ ബൈ ദ വേ വാട്ട് ഇസ് ദിസ് ക്ലോണിങ്? ഈ ക്ലോണിങ്ങിന് ആക്ച്വലി എന്താ ഉദ്ദേശിക്കുന്നത്? ക്ലോണിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് മേക്കിംഗ് എൻ എക്സാക്ട് ജനറ്റിക് കോപ്പി ഓഫ് എൻ ഓർഗാനിസം ഓർ സെൽ. ദ ക്ലോൺ ഹാസ് ഇറ്റ്സ് ഐഡൻറ്റിക്കൽ DNA ടു ദ പാരൻറ്റ് വിത്ത് നോ ജനറ്റിക് വേരിയേഷൻ. സോ ദിസ് ഇസ് വാട്ട് ക്ലോണിങ് മീൻസ്. നമ്മുടെ പാരൻറ്റിനെ പോലെ എക്സാക്ട് ജനറ്റിക് കോപ്പിയാണ് ആ ഒരു സെൽ. ആ ഒരു പാരൻറ്റ് സെല്ലിനെ പോലത്തെ എക്സാക്ട് ജനറ്റിക് കോപ്പീനെ ജനറേറ്റ് ചെയ്യാണ് ഇവിടെ. Okay, so that is cloning. For your basic vocabulary idea, I have given this. Let's go to the next slide, the grammar of fungal sex. So, ഇതിന് ഈ യൂണിറ്റിലെ മോസ്റ്റ് എക്സാം ഇമ്പോർട്ടൻറ്റ് സ്ലൈഡാണ്. ഓക്കെ, ഈ 4 സ്റ്റെപ്പ് നിങ്ങൾ സീക്വൻസിൽ മെമ്മറൈസ് ചെയ്യണം. കാരണം ഇന്ന് പഠിക്കുന്ന എല്ലാ സെക്ഷൽ സൈക്കിളും ഇത് ഫോളോ ചെയ്തിട്ടാണ്. ഓക്കെ, സോ സ്റ്റെപ്പ് 1 പ്ലാസ്മോഗമി. കമ്പാറ്റബിൾ ആയ 2 ഹൈഫേകൾ തമ്മിൽ സൈറ്റോപ്ലാസം ഫ്യൂസ് ചെയ്യുന്നു, അതായത് N+N. സ്റ്റെപ്പ് 2 ദ ഡൈകാരിയോൺ ഫേസ്. 2 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യാതെ സെയിം സെല്ലിൽ കോ എക്സിസ്റ്റ് ചെയ്യുന്നത്, അതായത് സ്റ്റിൽ N+N എന്ന് എഴുതുന്നു. ഓക്കെ, സ്റ്റെപ്പ് 3 ഈസ് കാരിയോഗമി. കാരിയോഗമിയിൽ എന്താണെന്ന് നോക്കുക വെച്ചാൽ 2 ന്യൂക്ലിയസും ഫ്യൂസ് ചെയ്തു. ഇപ്പോൾ ഒരു ഡിപ്ലോയിഡ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 2N സ്റ്റേജ്. ഇത് വളരെ ഒരു ഷോർട്ട് ടൈമിൽ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ചിലതിന് ഒരു ലൈക്ക് ഇറ്റ്സ് ബേസിക്കലി നോട്ട് പെർമനൻറ്റ്, ഇറ്റ് ഈസ് ടെമ്പററി, ഇറ്റ്സ് സ്ട്രിക്ട്ലി ടെമ്പററി. നൗ സ്റ്റെപ്പ് 4 ഇസ് മിയോസിസ്. ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് വീണ്ടും ഹാപ്ലോയിഡായി ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഹാപ്ലോയിഡ് സ്റ്റേറ്റ് റീസ്റ്റോർ ചെയ്യുകയും ജനറ്റിക് റീകോമ്പിനേഷൻ ഉണ്ടാകുകയും ചെയ്യുന്നു. ഇപ്പോൾ ബോക്സിൽ പറഞ്ഞിട്ടുള്ള ശ്രദ്ധിക്കുക, പ്ലാന്റ്സും ആനിമൽസിലും ഡിപ്ലോയിഡ് ഫേസ് ഡോമിനൻ്റ് ആയിരിക്കുമ്പോൾ ഫംഗസിൽ ഡിപ്ലോയിഡ് ഫേസ് സ്ട്രിക്ട്ലി ട്രാൻസിയൻ്റ് ആണ്. അതായത് കാരിയോഗമിക്കും മിയോസിസിനും ഇടയിൽ ഒരു ചെറിയ സമയത്തേക്ക് മാത്രം നിലനിൽക്കുന്നൊരു കാര്യമാണിത്. ഓക്കെ, ഇനി ഡൈകാരിയോൺ ഫേസ് നമുക്കൊന്ന് കുറച്ചുകൂടി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ഇത് നമുക്കൊരു കുറച്ച് ഇത്തിരി എക്സ്ട്രാ ടൈം കൊടുക്കണം. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ തന്നത്. നിങ്ങൾക്ക് നന്നായിട്ട് ഈ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഈ ഡൈകാരിയോൺ അതായത് N+N ഫേസിൽ ഇത്തിരി എക്സ്ട്രാ ടൈം ചിലവഴിക്കണം. കാരണം എന്താണ്? ഇത് ഫംഗസിന് മാത്രം യൂണീക്കായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്, സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ കൺഫ്യൂസ് ചെയ്യുന്നതും. ഓക്കെ, സോ പ്ലാസ്മോഗമി കഴിയുമ്പോൾ 2 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് സെയിം സൈറ്റോപ്ലാസത്തിലാണ് എത്തുന്നത്, പക്ഷെ അവർ ഉടനെ ഫ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ സീ ദ മെറ്റഫോർ ഐ ഹാവ് ഗിവൻ ഹിയർ. അതായത് ഇൻ ദിസ് they live in same apartment, they share a same space, they live like a roommates.
ഓക്കെ, അവർ സെയിം ഫിസിക്കൽ സ്പേസ്, അതായത് ഒരു അപ്പാർട്ട്മെൻറ്റ് ഷെയർ ചെയ്യുന്നു. അതുപോലെ തന്നെ ദേ ഷെയർ സെയിം സൈറ്റോപ്ലാസം, റൈറ്റ്. പക്ഷെ അവരുടെ ലൈഫ്സ്, അതായത് ഇവരുടെ ജനറ്റിക് ഐഡൻറ്റിറ്റി, അതായത് ന്യൂക്ലിയസ് കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ആണ്. N+N ആണ്. ഓക്കെ, ഇറ്റ്സ് കംപ്ലീറ്റ്ലി സെപ്പറേറ്റ്. ഇത് ബയോളജിക്കലി എന്തിനാണ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത്? ഈ ഡൈകാരിയോട്ടിക് സ്റ്റേജ് അഥവാ കാരിയോഗമി എന്ന് വിളിക്കുന്ന ഫൈനൽ മാരേജ് നടക്കുന്നതിന് മുൻപ് എക്സ്റ്റെൻഡഡ് ഗ്രോത്തിനും പൊട്ടൻഷ്യൽ ജനറ്റിക് റീകോമ്പിനേഷനും ഒരു ചാൻസ് കൊടുക്കുകയാണ്. എന്തിനാണ്? എക്സ്റ്റെൻഡഡ് ഗ്രോത്ത് ആൻഡ് പൊട്ടൻഷ്യൽ ജനറ്റിക് റീകോമ്പിനേഷൻ ഒരു ചാൻസ് കൊടുക്കുകയാണ്. ബെസീഡിയോമൈക്കോട്ടയിൽ എസ്പെഷ്യലി N+N മൈസീലിയം ഫ്യൂഷന് മുമ്പ് വർഷങ്ങളോളം പെർസിസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, now let's go to few questions. So first one, why is asexual reproduction described as fast but low genetic diversity while sexual reproduction is slow but high genetic diversity? So please find the answer. These are very important questions. ഇത് ആൻസർ ചെയ്യുന്നതിന് നിങ്ങൾക്ക് കോൺസെപ്റ്റ് ഒന്നുകൂടെ ക്ലിയർ ആയിരിക്കും. ഓക്കെ, now the next question. In the dikaryon, that is N+N phase, do the two nuclei fuse immediately? What is the biological advantage of delaying karyogamy? ഇതിന് ആൻസർ ഞാൻ പ്രീവിയസ് സ്ലൈഡിൽ നല്ല ക്ലീൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഐ ഹോപ്പ് യു ഗെറ്റ് ഇറ്റ്. ഓക്കെ, സോ എക്സാമിൽ ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യു ഷുഡ് ബി വെരി കോൺഫിഡൻറ്റ് ആൻഡ് യു ഷുഡ് റൈറ്റ് ദ ആൻസർ. സോ നൗ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. നെക്സ്റ്റ് സ്ലൈഡ് ഈസ് ഒരു ടേബിളാണിത്, റൈറ്റ്. ഇതൊരു ക്വിക്ക് റെഫറൻസ് ഐഡൻറ്റിഫിക്കേഷൻ കീ ആണ്. റിവിഷൻ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അല്ലെങ്കിൽ ഇതിൽ 4 കോളമുണ്ട്: ഫൈലം, asexual spore structure, sexual spore structure and fruiting body. So first let goes to Zygomycota. Asexual spores എന്ന സ്പോറാഞ്ചി അല്ലെങ്കിൽ സ്പോറാഞ്ചിയോസ്പോർസ് എന്ന് പറയുന്നു. Sexual spores as zygospores and fruiting body, like actually distinct fruiting body ഇല്ല ഇതിന് Zygomycotയിൽ. Let's talk about Ascomycota, which is also known as sac fungi. ഇതിൽ asexual spores conidiophores ആണ്, conidia, and sexual spores ascospores, ആസ്കസിന് ഉള്ളിലാണ് ഉണ്ടാവുന്നത്. ആൻഡ് ഫ്രൂട്ടിംഗ് ബോഡി എന്താണ്? ആസ്കോകാർഡ്. നോ ബെസീഡിയോമൈക്കോട്ട, അതായത് ക്ലബ് ഫഞ്ചായി, ഇതൊരു സെക്ഷൽ സ്പോർ പ്രൊഡക്ഷൻ ഇതിൽ എന്താണ്? റെയർ ആയിരിക്കും. പക്ഷേ സെക്ഷൽ സ്പോർസ് ബെസീഡിയോസ്പോർസ് ആണ്. ആൻഡ് ബെസീഡിയത്തിലാണ് ഉണ്ടാകുന്നത്. ഫ്രൂട്ടിംഗ് ബോഡീസ് നോൺ ആസ് ബെസീഡിയോകാർഡ്. ആൻഡ് മഷ്റൂം എന്ന ഒരു കോമൺലി അറിയപ്പെടുന്നത് ഇവരാണ്, ബെസീഡിയോമൈക്കോട്ട. ഓക്കെ, നൗ സി ദ സ്റ്റാർ മാർക്ക് ചെയ്തിട്ടുള്ള ആസ്കോമൈക്കോട്ട, ബെസീഡിയോമൈക്കോട്ട വെൽ ഡെവലപ്ഡ് ഫ്രൂട്ടിംഗ് ബോഡിയാണ് ഉള്ളൊരു ഫൈലമാണ്. ഓക്കെ, സൈഗോമൈക്കോട്ടയിൽ നിന്ന് ഇവരെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന ഒരു മെയിൻ പോയിൻ്റ് ഇറ്റ്സെൽഫ് ഇവരുടെ ഫ്രൂട്ടിംഗ് ബോഡിയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഞാൻ ഇത്ര മാത്രം കവർ ചെയ്യുന്നുള്ളൂ. ഇൻ നെക്സ്റ്റ് പാർട്ട് 2 you guys, I'll be explaining you phylum Zygomycota and adinde asexual cycle, sexual cycle, then phylum Ascomycota, adinde asexual cycle and sexual cycle, and then phylum Basidiomycota, adinde sexual cycle. So guys, wait for the part 2 and I'll be explaining all of these 3 phylum and we'll close this topic. Thank you so much for listening, and let's decode more microbiology. So keep watching and stay tuned.